പ്രതീക്ഷ വലിയ പ്രതീക്ഷ അതെ അദ്ദേഹം ഒരു പ്രസ്ഥാനമല്ല പ്രതീക്ഷ അതൊരു ദൃശ്യത്തിൽ കാണാൻ നമുക്ക് രാഗം തിയേറ്ററിലെ വെള്ളിത്തിരയാണ്. വെള്ളിത്തിരയുടെ കത്തുകൾ ഉയർന്നിരിക്കുന്നു. അതായത് മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന ആരാധകരാണ്. അവരെല്ലാവരും മണിക്കൂറുകൾ കാത്തിരുന്നത് ഈ വെള്ളിത്തിരയിൽ ഈ മാജിക് സ്ക്രീനിൽ ലാലേട്ടനെ കാണാൻ വേണ്ടിയായിരുന്നു. സിനിമ അല്പസമയത്തിനകം, അതായത് ഇനി മിനിറ്റുകളുടെ ഇടവേള മാത്രമേ ഉള്ളൂ. ആ കാത്തിരിപ്പാണ് അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ ആ ആവേശം അതിന്റെ പരകോടിയിലെത്തുന്നതാണ് തൃശ്ശൂർ രാഗം തിയേറ്ററിൽ നമുക്ക് കാണാൻ കഴിയുന്ന ജി.കെ. ശരി, സൂരജ് സജി രാഗം തിയേറ്ററിൽ നിന്ന് വിശേഷങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഈ ആരാധകരുടെ ആവേശം, അതിൻ്റെ ദൃശ്യങ്ങൾ, പ്രതികരണങ്ങളൊക്കെ പങ്കുവെക്കുകയായിരുന്നു. അവിടെ സിനിമ തുടങ്ങാൻ പോവുകയാണ്. സമയം 6:02 പല തിയേറ്ററുകളിലും സിനിമ തുടങ്ങുകയാണ്. കൊച്ചിയിലെ കവിതാ തിയേറ്റർ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രം എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം മോഹൻലാലും പൃഥ്വിരാജുമൊക്കെ ഗോകുലം ഗോപാലിനുമൊക്കെ, നിർമ്മാതാവായ ഗോകുലം ഗോപാലൻ, ആന്റണി പെരുമ്പാവൂരൊക്കെ ആദ്യ ദിവസം ആദ്യ ഷോ കാണാൻ തിയേറ്ററുകളിലേക്ക് നേരിട്ടെത്തുകയാണ്. ആരാധകർക്കൊപ്പം ഇരുന്ന് ആദ്യ ഷോ കാണാൻ താരങ്ങൾ എത്തുകയാണ്. ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരുമൊക്കെ ആദ്യ ഷോയുടെ ഭാഗമാകുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എല്ലാ തിയേറ്ററുകളിലും വലിയ ആഘോഷം, മോഹൻലാൽ ഫാൻസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആഘോഷം ഒക്കെ കാണാൻ കഴിയുന്നു. ബിഗ് ബജറ്റിലാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. ആദ്യ ദിനം തന്നെ പ്രീ ബുക്കിങ്ങിലൂടെ, അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ വൻ കളക്ഷൻ ഇതിനോടകം ചിത്രം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു പുതിയ ഘട്ടം എന്ന നിലയിൽ എമ്പുരാൻ വിലയിരുത്തപ്പെടും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട്. സിനിമയിലൊരു വലിയ സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായി വലിയൊരു വിപ്ലവമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ ആ ചിത്രം മാറും എന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നവരുണ്ട്. ഈ ഘട്ടത്തിൽ സിനിമയ്ക്ക് ആശംസകളുമായി മലയാള സിനിമയിലെ താരങ്ങൾ, പ്രധാന അണിയറ പ്രവർത്തകരൊക്കെ രംഗത്തെത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ടീമിന് മുഴുവൻ ആശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് പേർ രംഗത്തെത്തുന്നു. ആരാണ് സിനിമയിലെ വില്ലൻ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അതിനൊക്കെ വിരാമമാകാൻ പോകുന്നു. അതിനൊക്കെ ഉത്തരം കിട്ടാൻ പോകുന്നു. ഏറെ നാളായുള്ള കാത്തിരിപ്പ് ഒരു മികച്ച ചിത്രമാകും എന്ന പ്രതീക്ഷ എല്ലാവരും വെച്ച് പുലർത്തുന്നു. റാഫി കരീം വിവരങ്ങളുമായി ഇപ്പോൾ നമുക്കൊപ്പം കൊച്ചി കവിതാ തിയേറ്ററിൽ നിന്ന് ചേരുന്നുണ്ട്. റാഫി, ഈ കവിതാ തിയേറ്റർ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമാണ്. മോഹൻലാൽ നേരിട്ട് എത്തിക്കഴിഞ്ഞു. ആദ്യ ഷോ കാണാൻ പൃഥ്വിരാജ് എത്തിക്കഴിഞ്ഞു. നിർമ്മാതാക്കൾ, ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരൊക്കെ എത്തിക്കഴിഞ്ഞു. എല്ലാവരും തിയേറ്ററിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. നേരത്തെ തിയേറ്ററിന് പുറത്തു നിന്നായിരുന്നു ആഘോഷം, തിയേറ്ററിനകത്തും ആഘോഷം. റാഫി, തീർച്ചയായും ഇപ്പോൾ തിയേറ്ററിൽ ആദ്യ ഷോ, കേരളത്തിലെ ആദ്യ ഷോ കൃത്യം 6 മണിക്ക് തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനോടകം തന്നെ എല്ലാവരും തിയേറ്ററിലേക്ക് കയറി കഴിഞ്ഞു. ഈ സിനിമയുടെ ഭാഗമായ എല്ലാവരും തന്നെ ഇന്ന് ആദ്യ ഷോ കാണുന്നതിന് വേണ്ടി കവിതാ തിയേറ്ററിലേക്ക് എത്തിയിരുന്നു. മോഹൻലാൽ, പൃഥ്വിരാജ്, ഒപ്പം തന്നെ ഇന്ദ്രജിത് സുകുമാരൻ, ടൊവിനോ തോമസ്, അങ്ങനെയുള്ള എല്ലാ നടന്മാരും, ഒപ്പം തന്നെ സിനിമയുടെ ഭാഗമായ മുരളി ഗോപി, ഒപ്പം തന്നെ നിർമ്മാണത്തിൽ പങ്കാളികളായ ഗോകുലം മൂവീസിൻ്റെ ഗോകുലം ഗോപാലൻ, ഒപ്പം തന്നെ ആശുഭാ സിനിമാസിൻ്റെ ആന്റണി പെരുമ്പാവൂർ, അങ്ങനെയുള്ള എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ആരാധകർക്ക് വേണ്ടി വലിയ ഒരുക്കങ്ങളും ഉണ്ടായിരുന്നു. DJ അടക്കമുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു. വലിയ ആരാധക വൃന്ദം അവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എമ്പുരാനിൽ മോഹൻലാലിൻ്റെ ഒരു വസ്ത്രത്തിൻ്റെ തീമായ കറുത്ത കളർ അണിഞ്ഞാണ് എല്ലാ ആരാധകരും, ഒപ്പം തന്നെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരും, നിർമ്മാതാക്കളും, നടന്മാരും എല്ലാവരും തന്നെ ഈ കറുത്ത വസ്ത്രം അണിഞ്ഞാണ് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഏതായാലും വലിയ കളക്ഷൻ റെക്കോർഡുകൾ ഈ സിനിമ ഭേദിക്കുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അത് പ്രീ സെയിലിൽ തന്നെ വ്യക്തമാവുകയും ചെയ്തിരുന്നു. പ്രീ സെയിൽ ബുക്കിങ്ങിലടക്കം പുതിയ ചരിത്രം രചിച്ചുകൊണ്ടാണ് എമ്പുരാൻ അതിൻ്റെ ആദ്യ ഷോയുടെ പ്രദർശനം ആരംഭിച്ചിരിക്കുന്നത്. ഈ ഷോ കഴിയുമ്പോൾ അത് മലയാള സിനിമയുടെ ഒരു പുതിയ ചരിത്രമായി മാറുമെന്ന് തന്നെയാണ് സിനിമാ മേഖലയിലുള്ള എല്ലാവരുടെയും പ്രതീക്ഷ. അല്പസമയം മുൻപ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഇവിടത്തേക്ക് തന്നെ ഏറ്റവും പ്രമുഖരായ ഒരു പ്രൊഡ്യൂസറാണ് ലിസ്റ്റിൻ സ്റ്റീഫനോട് സംസാരിച്ചിരുന്നു. മലയാള സിനിമ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. കഴിഞ്ഞ 3 മാസങ്ങളായി മലയാള സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടും നിർമ്മാണ ചെലവുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും സിനിമാ ചെലവുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്രൊഡ്യൂസേഴ്സും, ഒപ്പം തന്നെ തിയേറ്റർ ഉടമകളും, എക്സിബിറ്റേഴ്സും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നേരിടുന്നു എന്ന് നമുക്ക് പുറത്തു വന്നിരുന്നു. ഇതിനെല്ലാം തന്നെ ഒരു പരിഹാരം എമ്പുരാനിലൂടെ കാണാനാകുമെന്ന് തന്നെ വിവിധ സംഘടനകളുടെ, സിനിമാ മേഖലയിലുള്ള സംഘടനകളുടെ തന്നെ പ്രതീക്ഷ. എന്തായാലും അത്തരത്തിൽ വലിയ ഒരു ചരിത്രം ഇന്ന് മലയാള സിനിമയ്ക്ക്
എമ്പുരാനിലൂടെ പിറവി കൊള്ളുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും തന്നെ നമ്മളോട് പങ്കുവെക്കുന്നതും. ഇപ്പോൾ നമ്മളോടൊപ്പം തിയേറ്ററുടെ തന്നെ ചെയ്യുന്നത് എന്താണ് പ്രതീക്ഷ? ഭയങ്കര പ്രതീക്ഷയാണ്. കവിതാ തിയേറ്ററാണ് ഇന്നത്തെ ശ്രദ്ധാകേന്ദ്രം. കവിതാ തിയേറ്ററിലാണ് എല്ലാവരും ഇന്ന് സിനിമയ്ക്ക് എത്തിയിരിക്കുന്നത്. അതെ ഇന്ന് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ലൂസിഫർ കാണാൻ വന്നിരുന്നു. അതിന്റെ കണ്ടിന്യൂഷനാണ് എമ്പുരാൻ. ലൂസിഫറും എല്ലാവരും ഇവിടെ തന്നെയാണ് കണ്ടത്. അതെ ഇവിടെ തന്നെയായിരുന്നു എല്ലാവരും കണ്ടത്. ഇപ്പോൾ ഈ ആദ്യ ഷോ എത്ര മണിക്ക് പൂർത്തിയാകും? ആദ്യത്തെ ഷോ 9:10 പൂർത്തിയാകും. എങ്ങനെയാണ് പിന്നീടുള്ള ഷോയുടെ ഇന്നത്തെ ശരി, ഷെഡ്യൂൾ? പ്രീ സെയിൽസ് ബിസിനസ്സിൽ ചരിത്രം സൃഷ്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് എമ്പുരാൻ. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് ഒരുക്കിയ ചിത്രം അത് ഇതുവരെ 58 കോടിയിലേറെ അഡ്വാൻസ് ടിക്കറ്റ് സെയിൽസിലൂടെ നേടി എന്നാണ് പുറത്തുവരുന്ന വിവരം. റിലീസിന് മുമ്പേ തന്നെ ഇന്ത്യൻ സിനിമയിലെ ചില റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച് മുന്നേറുകയാണ് എമ്പുരാൻ. എന്തായാലും ചിത്രം ആദ്യ ഷോ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്.